ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താണ് ഇന്നത്തെ മാർക്കറ്റിൽ? ഇന്ന് ഞാൻ ബെയറിഷാണ് ഇങ്ങേർക്ക് ബുള്ളിഷ് ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മളുടെ പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും. ഇന്നലെ ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഇതിന് മുകളിൽ, ഈ നമ്മുടെ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ട്. നമ്മുടെ ട്രെൻഡ് ലൈൻ വരച്ചു, ട്രെൻഡ് ലൈനിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് തന്നെ വരും. ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് താഴോട്ട് നോക്കാം. അതിൻ്റെ കൺഫർമേഷൻ ഈ ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷനാണ്, നമുക്ക് താഴോട്ട് തന്നെ ട്രേഡ് കിട്ടും എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. എത്ര പേർ ഓർമ്മയുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാനിതൊക്കെ പറയുമ്പം ഇങ്ങനെ ഉടായിപ്പാണ് അല്ലെ മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നു. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഞാൻ ഉടായിപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചൊഴിഞ്ഞ് പോവുക എന്നുള്ളതേ ഉള്ളൂ. നല്ല സ്ഥലം, ഉടായിപ്പില്ലാത്ത സ്ഥലം നോക്കി നിങ്ങൾ പോവുക. എനിക്കത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഓക്കെ, സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, നിങ്ങൾ ട്രേഡ് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാനൊരു വഴി കാണിച്ചു തരുന്നു. ഓക്കെ, ഈ വഴിയെ കൂടെ നിങ്ങൾ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഒരു വഴി ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, ആ വഴി കൂടെ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നടന്നു പോകണോ, കിടന്നു പോകണോ, ഉരുണ്ടു പോകണോ, സൈക്കിളേ പോകണോ, സ്കൂട്ടറേ പോകണോ, കാറേ പോകണോ, എയറോപ്ലെയിനെ പോകണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഓക്കെ, അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പോവുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നടന്നു പോകുന്നവനായാലും സൈക്കിളിൽ പോകുന്നവനായാലും സ്കൂട്ടറിൽ പോകുന്നവനാണെങ്കിലും കാറിൽ പോകുന്നവനാണെങ്കിലും എങ്ങനെ ആയാലും വഴിയുണ്ട് അവിടെ, ഇല്ലേ? വഴി അവിടെ ഉണ്ട്, എത്തിച്ചേരേണ്ട സ്ഥലവും അറിയാം. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചൊവ്വേ നേരെ മാനം മര്യാദയ്ക്ക് പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ, എൻ്റെ ഭാഷ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഒരു 70 പോയിൻ്റും കണ്ട് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് വന്നു. നമുക്ക് ഇതിവിടെ നിർത്തിയിട്ടേ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇന്നലത്തെ സിനാരിയോ ഇതുപോലെ ആയിരുന്നു. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, നേരെ തിരിച്ചു വന്നു. അതിനുശേഷം ഇവിടെ ഒരു വി ഷേപ്പ് റിക്കവറി ഉണ്ടായി. പക്ഷേ ആ റിക്കവറി ഉണ്ടായെങ്കിൽ പിന്നെ അവിടുന്ന് ഒരു കൺസോൾട്ടേഷൻ ആണ്, ഇല്ലേ? ഇത് ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ നോക്കിയേ, ഇതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, മുകളിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. അതിൻ്റെ തലേദിവസം നോക്കിയേ, ഇതുപോലെ തന്നെ മാർക്കറ്റ് മണ്ടയ്ക്ക് ഓപ്പൺ ചെയ്തു, അതിനുശേഷം നേരെ തിരിച്ച്. അപ്പോൾ ഇതൊരു സ്ഥിരം പരിപാടിയാണ്, ഇല്ലേ? ഇതൊരു സ്ഥിരം പരിപാടിയായിട്ടാണ് നമുക്ക് കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് മാർക്കറ്റിൽ കാണുന്നത്. അപ്പം അതിൻ്റെ പിന്തുടർച്ചയെന്നോണമാണ് ഇന്നും നമ്മൾ കണ്ടത്. രാവിലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മാർക്കറ്റ് തിരിച്ചു വന്നു. അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അവസരങ്ങൾ എന്നൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, അല്ലേ? ഫസ്റ്റ് ക്യാൻഡിലിൽ വെച്ച് ട്രേഡ് എടുത്ത ധാരാളം എക്സ്പീരിയൻസ് ട്രേഡർ ആൾക്കാരുണ്ട്. ഇന്ന് ഏകദേശം 2.5 ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ട്. അതിപ്പോൾ ഞാൻ എൻ്റെ ലെവൽ വെച്ചിട്ടാണ് എടുത്തത് എന്ന സ്ക്രീൻഷോട്ടുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇനി എന്നെ പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. അപ്പം എടുത്ത അത് മുതൽ 500 രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് എടുത്ത ധാരാളം ആൾക്കാരുടെ സ്ക്രീൻഷോട്ട് എനിക്ക് വന്നു. ഇപ്പോൾ ഞാൻ തള്ളിന് വേണ്ടി പറയുക, അല്ലെങ്കിൽ ഉടായ്പിന് വേണ്ടി പറയുക ഉള്ള കാര്യം. അത് കാരണം ഇത് ഞാൻ അയച്ചു തന്നിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും എന്നെ. ഓക്കെ, ഇപ്പോൾ ഞാനത് റിവീൽ ചെയ്യാൻ താല്പര്യം, അങ്ങനെ റിവീൽ ചെയ്ത് സ്ക്രീൻഷോട്ട് കാണിച്ചു കൈയടി നേടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, അത് നിങ്ങൾക്കും ബോധ്യമുണ്ട്. ഏറെക്കുറെ 90% ആൾക്കാർക്കും, എന്നെ കേൾക്കുന്ന 90% ആൾക്കാർക്ക് ഞാൻ എന്താണ് പറയുന്നതെന്നും അതിൻ്റെ അന്തസത്ത എന്താണെന്നും അതിനകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംഗതികൾ എന്താണെന്നും 90% ആൾക്കാർക്കും കാര്യം മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്താ പറയുന്നതെന്നും. ഓക്കെ, ബാക്കി 10% ആൾക്കാരുണ്ട്, അത് നമ്മളെ തെറി വിളിക്കാൻ വേണ്ടി, അല്ലെ പർപ്പസ്ഫുള്ളി എന്നെ പതിച്ച് കാണിക്കാൻ വേണ്ടി, തേജോവധം ചെയ്ത് കാണിക്കാൻ വേണ്ടി കുറേ ആൾക്കാരെന്ന് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ, അവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ഇവിടെ ഓപ്പർച്യൂണിറ്റി നോക്കിക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ്, ഇത് വലിയ ക്യാൻഡിലാണ്, അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കാം. പക്ഷേ ബിഗിനേഴ്സിന് ട്രേഡ് ഇല്ല. ഓക്കെ, ഞാൻ എക്സ്പീരിയൻസ് ട്രേഡറിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ പരിചയമുള്ള കാര്യമാണ് പറയുന്നത്. അവർ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു ട്രേഡ് എടുക്കും. അടിച്ചാൽ ഈ സ്റ്റോപ്പ് ലോസ്, ട്രെൻഡ് ലൈനിൻ്റെ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. അവർക്ക് ഒരു ന്യായമായിട്ടൊരു പ്രോഫിറ്റ് കിട്ടി, ഇല്ലേ? ഇനിയും അടുത്തത് നമുക്കിവിടെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ബിഗിനേഴ്സിനുള്ള ട്രേഡ് ഇവിടെയാണ്. ബിഗിനേഴ്സിനുള്ള ട്രേഡ് നോക്കിക്കേ, എവിടെയാണ്? ഈ ക്യാൻഡിലിൽ ഈ ഗ്രീൻ ക്യാൻഡിലിൽ ട്രേഡ് ഇല്ല. ഓക്കെ,
ട്രേഡ് ഇല്ല. പക്ഷേ ഈ ക്യാൻഡിലിൽ വേണമെങ്കിൽ ഒരു ട്രേഡ് എടുക്കാം. പക്ഷേ കൺഫർമേഷൻ പോരാ. ഒരു 75-80% നമുക്കില്ല ഇവിടെ. ഇല്ല, ഈ ബോഡി ഇല്ല. പക്ഷേങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ അറിയാം. അടുത്ത ക്യാൻഡിൽ നോക്കിയാൽ ക്ലിയർ റിജക്ഷനാണ്. ഇല്ലേ, ക്ലിയർ റിജക്ഷനാണ്. ബെയറിഷ് ക്യാൻഡിൽ ഒരു ഹാമർ പോലെ, ഇൻവേർട്ടഡ് ഹാമർ പോലെ ഫോം ചെയ്ത് ഒരു റിജക്ഷൻ കണ്ടു. ഇല്ലേ, അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഒരു ട്രേഡ് ബിഗിനേഴ്സിന് വേണമെന്ന് നോക്കാം. ഇവിടെ വരെ മാർക്കറ്റ് വന്നു, വേണമെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് താഴെ വന്നു. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഇത് മേലോട്ട് പോയി നേരെ താഴെ വന്നു. എവിടെ വേണമല്ലോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് ഫെയിലായവർക്ക്, ഒന്ന് ഇറങ്ങാൻ മടി കാണിച്ചവർക്ക് രണ്ടാമത് ഇറങ്ങാൻ ചാൻസ് ഉണ്ടായിരുന്നു. രണ്ടാമത് ഇറങ്ങാൻ മടി കാണിച്ചവർക്ക് മൂന്നാമത് ഇറങ്ങാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡ് മാത്രം മതി ബിഗിനറിന്. ഇല്ലേ, ഇനി അടുത്ത ട്രേഡ് നോക്കാം. അടുത്ത ട്രേഡ് ചെയ്യാൻ നോക്കാം. അതിനുശേഷം മാർക്കറ്റ് വന്നു, നമ്മൾ വരച്ച വര 25.060 വെരി നിർണായകമാണ്. ഇല്ലേ, ഇത് വന്ന് 25.60 സപ്പോർട്ട് എടുത്താണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഇല്ലേ, ഇപ്പോൾ 25.60 വന്നു, സപ്പോർട്ട് എടുത്തു. അതിന് ശേഷം സുന്ദരമായിട്ട് ഒന്നുകിൽ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ബുള്ളിഷ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ഈ റിവേഴ്സൽ ക്യാൻഡിൽ, സൂപ്പർ റിവേഴ്സൽ ക്യാൻഡിൽ, നമ്മുടെ സപ്പോർട്ടിൽ തന്നെ ഉള്ള റെസിസ്റ്റൻസ്, നമ്മുടെ വരയിൽ തന്നെ നമുക്ക് എന്ത് കിട്ടി, ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി. അപ്പോൾ നമുക്ക് ഇത് വലിയ റിജക്ഷൻ, വലിയ എസ് എൽ അല്ലേ, അപ്പോൾ നമുക്ക് എസ് എൽ വേണമെങ്കിൽ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചുകൊണ്ട് നമുക്കൊരു ട്രേഡ് നോക്കാം. അതിന് ശേഷം കൺഫർമേഷൻ നമുക്ക് എന്താ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലും കിട്ടിയില്ലേ. അതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇല്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. ഈ രണ്ട് ട്രേഡ് ബിഗിനേഴ്സിനുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ട്രേഡേഴ്സിന് ധാരാളം സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പം ബിഗിനേഴ്സിന് ട്രേഡ് ഇല്ല എന്ന് പറയില്ല, ബിഗിനേഴ്സിന് ട്രേഡ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ബുധനാഴ്ച ദിവസങ്ങളും ചൊവ്വാഴ്ച ഉച്ച കഴിയുമ്പോൾ ഡി കെ ആരംഭിക്കും. ഡി കെയുടെ തോത് വളരെ കൂടുതലായിരിക്കും. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും താരതമ്യേന കൂടുതലായിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻട്രി എടുക്കാനുള്ള സംവിധാനമാണ് നിങ്ങൾ നോക്കുക. അതൊക്കെ എപ്പോഴെന്നും ഞാൻ പറയുന്ന കാര്യം, ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ നാളെ എന്ന് സംഭവിച്ചാൽ മാർക്കറ്റ് നിലവിൽ, അപ്പോൾ നമുക്ക് ബാക്കി ഉള്ള അണ്ണന്മാരെ കൂടെ നോക്കണമല്ലോ. അതാണല്ലോ പ്രധാനപ്പെട്ട സംഭവം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിക്കേ. പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. എന്താണ് ഒന്നാമത്തെ ആൾ ആരാണ്? റിലയൻസ്. ഇല്ലേ, റിലയൻസ് ഇന്നും 15 പോയിൻറ്റ് നെഗറ്റീവിലായിരുന്നു. ഇല്ലേ, HDFC അവിടെ ഇങ്ങനെ ആടിക്കളിച്ച് അവസാനം 2007 ക്ലോസ് ചെയ്തു. ഇല്ലേ, 2007 ക്ലോസ് ചെയ്ത് ഞാൻ പറഞ്ഞു 2000-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിൽ. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കി നമുക്ക് ഇതിനെ ഡേയിലും നോക്കാം. നിങ്ങൾ നോക്കിക്കേ, ഈ ക്യാൻഡിൽ കണ്ടോ? ഈ ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കേ. ഇതെന്താണ്? കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. ഇല്ലേ, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ്. ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ്. എങ്ങോട്ട് വേണമെങ്കിലും പോകും. അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട്, ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട്. ഇല്ലേ, നമ്മൾ പറഞ്ഞ ലെവൽ 2000 ആണ്. ഇതാണ് 2000-ന് മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ബെയറിഷ് സെറ്റപ്പോടുകൂടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ HDFC വാച്ച് ചെയ്യുക. ഇവൻ താഴെ വരുന്നുണ്ടോ എന്ന് നോക്കുക. താഴെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം താഴെ പോരും. ഓക്കെ, താഴെ വരാതെ സമ്മാനം മേടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ സ്റ്റിൽ. ഞാൻ ഇപ്പോഴും ഒരു പക്ഷേ തെറ്റായിരിക്കാം, ഞാൻ പറയുന്നത് അട്ടർ ഫൂളിഷ്നെസ് ആയിരിക്കും. പക്ഷേങ്കിൽ എൻ്റെ കൺവിക്ഷൻ HDFC 2000-ന് താഴെ വരും എന്നാണ് എൻ്റെ കൺവിക്ഷൻ. ശരി, ഒരു പക്ഷേ തെറ്റായിരിക്കാം. തെറ്റിപ്പോയാൽ നിങ്ങളെന്നെ പൊങ്കാലിടല്ലേ. ഓക്കെ, പറയുന്ന പല കാര്യങ്ങളും ശരിയാവാറുണ്ടല്ലോ. പക്ഷേ അപ്പോൾ വല്ലപ്പോഴൊക്കെ തെറ്റുകൂടെ സംഭവിക്കണം. ഇല്ലേ, ഞാനൊരു മനുഷ്യനാണ്. അപ്പം ആ മാനുഷികമായ ചിന്തയിൽ എൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത്. പക്ഷേങ്കിൽ അത് ശരിയാകാൻ തെറ്റാകാം. എല്ലാവരും ശരിയായിരിക്കണമെന്ന്, എല്ലാവരും തെറ്റാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഒരു HDFC ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലാണ്, ബെയറിഷ് കണ്ണോടുകൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. 2000-ന് താഴെ വന്നു കഴിഞ്ഞാൽ ഒരു 1950 കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതേസമയം ഈ ചിന്ത എനിക്ക് ICCയിലില്ല. എനിക്കില്ല. കാരണം അത് അവരുടെ നമ്പേഴ്സ് എല്ലാം വളരെ കറക്റ്റാണ്. നല്ല ബുള്ളിഷ് സെറ്റപ്പിലാണ് ICC ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡോജി വിത്ത് റിജക്ഷൻ ക്യാൻഡിലാണ്. എങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്തിൽ നിന്ന് ഇത് ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ പോകണം. ഈ ലൈനിന് താഴെ ഇവിടെ ഒരു ലൈനും ഉണ്ട്. ആക്ച്വലി ICC നോക്കിക്കോ, ഇത് ഓക്കെ, ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ICCയിൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇതിനകത്തിലെ കാര്യം കഴിഞ്ഞു. അപ്പോൾ HDFC കഴിഞ്ഞു. ഇനി അടുത്തത് പിന്നെ വേറെ ഞാനെന്താ പറഞ്ഞത്,
HDFC, ICICI, കോട്ടക് ബാങ്ക് ഒക്കെ ഓൾറെഡി അത് ഈ പറഞ്ഞ പോലെ കണക്ക് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അത്രയും മതി. നമുക്കിപ്പോൾ ഇൻഫി അടുത്ത ഇൻഫി പറഞ്ഞു. ഇൻഫി ആണെന്നുള്ള പറഞ്ഞത് എന്താ? ഇൻഫിയും പറഞ്ഞത് അടുത്ത നോക്കിക്കേ, മാർക്കറ്റ് രാവിലെ ഗ്യാപ്പ് അപ്പിലൊക്കെയാണ് ഓപ്പൺ ചെയ്തത്, പക്ഷേ റിജക്ഷനോടുകൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വരച്ച അതേ ലൈൻ ഇതൊരു മേജർ സപ്പോർട്ടാണ്. 1564 എന്ന് പറഞ്ഞ ഇൻഫിയുടെ ഒരു മേജർ സപ്പോർട്ടാണ്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഡൗൺഫോൾ നമുക്ക് കാണാം. കാരണം വ്യാഴാഴ്ച കൊണ്ടാണ് തോന്നുന്നത് ഇൻഫിയുടെ റിസൾട്ട് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് മറ്റ് IT സെക്ടറിൻ്റെയൊക്കെ റിസൾട്ട് മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മോശം സെൻറ്റിമെൻറ്റ്സ് ഇതിനും ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം താഴെ പോകും, ഉറപ്പുണ്ട്. ഇവിടെ താഴെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, അവിടം വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻഫി ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിനെ നയിക്കുന്നത്. കാരണം HDFCയും റിലയൻസ് ഇനിയിപ്പോൾ അങ്ങോട്ട് ന്യൂട്രലായിട്ട് പോകുമായിരിക്കും. HDFCയും ICICI ന്യൂട്രലായിട്ട് നിൽക്കുകയും ഇൻഫി മാർക്കറ്റിനെ നയിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ താഴ്ത്തി. ഇതിനൊക്കെ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്റ്റോക്കും ഇങ്ങനെയുള്ള സ്റ്റോക്സുകളും നമ്മുടെ നിഫ്റ്റിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി, അതെങ്ങനെ മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്നതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിനകത്തിൽ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലൊന്ന് നോക്കാം, എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നൊരു കാര്യം അല്ലേ. ഇപ്പോൾ നോക്കിക്കേ, മാർക്കറ്റ് ഇന്ന് നോക്കിക്കേ ബെയറിഷ്, നല്ലൊരു ഓൾമോസ്റ്റ് ഒരു ഫുൾ ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇല്ലേ. നമ്മുടെ ട്രെൻഡ് ലൈന് പൊട്ടിച്ച് മേളി ഓപ്പൺ ചെയ്തെങ്കിലും അതിന് താഴെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കാള, ഇത് ഈ പച്ച എന്ന് പറഞ്ഞൊരു കാളയാണല്ലോ, ഈ കാള ഒരു കൂട്ടിലടച്ചിട്ട ഗതിയാണ് ഈ കാളയ്ക്ക് ഇപ്പം ഇല്ലേ. പിന്നെ ഒരു തരത്തിലും പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്തൊരു ഗതിയാണ്. അപ്പം ഇവൻ നാളെ വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ ഇതിന് താഴെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണി പാളും. ഓക്കെ, പിന്നെ നമുക്ക് ഈ 24,920 25,000 ഒക്കെ കടം താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 25,000 പൊട്ടിയാൽ 25,005 അങ്ങനെ കണ്ട നമ്മുടെ ഒരു ലൈൻ 25,005, ആ 25,005 പൊട്ടിയാൽ നമ്മൾ 24,800 കാണേണ്ടി വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. നമുക്ക് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് പോവാം. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് പോയാൽ അവിടെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ വരച്ച നമ്മുടെ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. 25,060 നമ്മുടെ വര. ആ വരയിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് 25,060, ആ വരെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി ഇപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ട് നോക്കുക, നമ്മുടെ ട്രെൻഡ് ലൈൻ മോഡിലുണ്ട്, അത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഇല്ല, 25,60 കട്ട് ചെയ്ത് താഴോട്ട് പോയി 25,005 20,005 ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 24,920 കാണേണ്ട അവസ്ഥ വരും. ഓക്കെ, അതും പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 24,770 ഇതിനിടയ്ക്ക് നമ്മളൊരു വരയ്ക്കണമായിരിക്കണം ഇല്ലേ. 24,920 24,820 150 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. പക്ഷേ ഇതിനകത്തൊരു വര വരയ്ക്കാൻ ഒരു മിനിറ്റ് നോക്കട്ടെ, ഇതിനകത്തൊരു വര വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. 24,920 24,720 ഇടയ്ക്ക് ഇതൊരു വരയാണ്. ഇരുപത്തിനാല് 855 850 കൂട്ടിക്കും. ഓക്കെ, 24,850 ഈ വരയുടെ ഇവിടെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇന്ന് ഒറ്റ വര മാത്രമേ വരച്ചുള്ളൂ. എത്രയാണ്? 24,850 50 വര മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം നിങ്ങൾ നോക്കുക നാളെ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് നാളത്തെ ഓപ്പണിംഗ് നോക്കിയിട്ട്. മാർക്കറ്റ് ഇപ്പം നിലവിൽ ഗ്ലോബൽ മാർക്കറ്റ് ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ്. പിന്നെ US മാർക്കറ്റൊക്കെ ഒരു 100 പോയിൻറ്റ് ഫ്യൂച്ചർ ഇപ്പോൾ 100 പോയിൻറ്റ് ഡൗണിലാണ് ഓടുന്നത്. 100 പോയിൻറ്റ് ഡൗണിലാണ്, ഒരു 86 പോയിൻറ്റ് ഡൗണിലാണ് ഓടുന്നത്. നാസ്ഡാക്കും ഫ്ലാറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നാളത്തെ. ഇപ്പോഴത്തെ സെറ്റപ്പ് അനുസരിച്ച് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഇപ്പോഴത്തെ സെറ്റപ്പ് അനുസരിച്ച് നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് ഡീലാണ്. നമ്മുടെ ട്രേഡ് ഡീൽ ഇതുവരായിട്ട് ഒരു സെറ്റപ്പ് ആയില്ല. അമേരിക്കയ്ക്ക് പോയ അണ്ണന്മാരൊക്കെ തിരിച്ചു വന്നു, പക്ഷേങ്കിൽ ഒരു സംഭവം നടന്നില്ല, ഒരു കാര്യവും നടന്നില്ല. അതുകൊണ്ട് അതിനകത്തൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് 1
അങ്ങേര് സാധനം അടിച്ച് കൈ തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. പക്ഷേ ഇന്ത്യ ഇച്ചിരി വില്ലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് GM വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ജനിതക മാറ്റം, ജനറ്റിക് ചേഞ്ചസ് വരുത്തിയ പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും, അതായത് ജനിതക മാറ്റം വരുത്തി. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലെ വഴുതനങ്ങ ചെറിയ വഴുതനങ്ങ അല്ലേ, ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആനയുടെ വലിപ്പമുള്ള വഴുതനങ്ങ. ഇതാണ് വ്യത്യാസം. അതായത് ജനിതക മാറ്റം വരുത്തിയ സാധനങ്ങൾ. വെളുത്തുള്ളി കണ്ടിട്ടില്ലേ, കൊച്ചു വെളുത്തുള്ളി, നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളി കൊച്ചു വെളുത്തുള്ളി, ഇവിടെയൊക്കെ കിട്ടുന്ന വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ്. ഓക്കെ, വലിയ ഒരെണ്ണം ഒരു വലിയ അല്ലിയുടെ അത്ര വലിയ, എന്താ പറയുന്നത്, വലിയ കഷ്ണമാണ്. അപ്പം 1-2 കഷ്ണത്തിന് കാര്യമേ ഉള്ളൂ ഇവിടെ ഇട്ട്, ഒരു ഗുണമൊന്നുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യാൻ ഇവരെന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. അതിന് ഇന്ത്യ അനുവാദം കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഇറക്കുമതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കർഷകർ എന്തോ ചെയ്യും, അത് പണിയാകത്തില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഇവർ പിന്നെ ഉടക്കി നിൽക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഇൻഗ്രീഡിയൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വളം, ഫെർട്ടിലൈസേഴ്സ്, ഇതിനകത്തിലൊക്കെയാണ് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലൂടെ ഒരു ധാരണയിൽ, ഏറ്റവും കൂടുതൽ വെജിറ്റബിളിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതിനകത്തിലൊന്നും ഒരു ധാരണയിലെത്താൻ നമുക്ക് ഇതിലൂടെ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ ആടിക്കളിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കറക്കിയും ഒരു പരുവത്തിൽ ഒരു വല്ലാത്ത രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇത് നോക്കി, നിങ്ങൾ ഈ ക്യാൻഡിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ, എന്തുമാത്രം റിജക്ഷൻ, മേലോട്ട് താഴോട്ട് മുകളിലോട്ട് ഇവിടെ നോക്കി. ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിന് ശേഷം നോക്കുക, ഇതൊക്കെ മറ്റേ അണ്ണന്മാരുടെ കളിയാണ്, നമ്മുടെ ജെയിൻ സ്ട്രീറ്റ് അണ്ണന്മാരുടെ കളികളായിരിക്കാം ഒരുപക്ഷെ. കാരണം ഇതുപോലത്തെ ക്യാൻഡിലുകളൊക്കെ വളരെ ഈ സുലഭമായിട്ട് കാണുന്നുണ്ട്. നേരത്തെ ഒന്നും ഇങ്ങനെയുള്ള ക്യാൻഡിലൊന്നും വരാറില്ല. അത് വന്നു കഴിഞ്ഞാൽ നേരെ താഴോട്ട് വരത്തുള്ളൂ. പക്ഷേ ഇതിങ്ങനല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു 50-60 പോയിൻ്റ് ഒറ്റ ക്യാൻഡിൽ വന്നിട്ട് നേരെ തിരിച്ച് റിജക്ഷൻ പോവുക. പ്രത്യേകിച്ച് ഈ എക്സ്പയറി അടുക്കാറുന്ന ദിവസങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ പ്രീമിയം ഇങ്ങനെ ഉരുകി തീരുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഓപ്ഷൻ ബയർക്ക് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടെയാണ് ന്യായത്തിൻ്റെ പ്രസക്തി. ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങളോട്, ഓക്കെ, ഇവിടുന്ന് റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുത്തവർ നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമോ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എത്ര പേര് ബുക്ക് ചെയ്യുന്ന എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് വളരെ കുറവാട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന്. തെറിവിളിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ഓക്കെ, അല്ലാതെ പറയാൻ എന്താ, ഇന്നലെ ഒരുത്തം വന്നപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് എടുത്ത് പുറത്ത് കളഞ്ഞു. ഓക്കെ, നമ്മളെന്തിനാ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. ന്യായമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ, അല്ല നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. ഓക്കെ, അല്ല നമ്മളെ പർപ്പസ്ഫുള്ളി തേജവധം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സമയം. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയോടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 300 പോയിൻ്റൊക്കെ മുകളിൽ പോയെങ്കിലും ബാങ്ക് നിഫ്റ്റി അവസാനം 200 പോയിൻറ്റ് ഡൗണിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. രാവിലെ ക്ലോസ് ചെയ്തേക്കുന്നത് എത്രയാണ്, 57,277 ഇല്ലേ. ക്ലോസ് ചെയ്തിരിക്കുന്നത് 56,700, 500 പോയിൻറ്റിൻ്റെ ഡൗൺഫോൾ നമുക്ക് ഇതിന് കിട്ടി. ഇവിടെ ഇതുപോലെ തന്നെ സെയിം സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും കിട്ടിയത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ താഴെ വന്നു നമ്മുടെ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തു, ഒന്ന് മേലോട്ട് പോകാൻ ശ്രമിച്ചു. അതിനുശേഷം തിരിച്ച് ഇവിടെ ഇവർക്ക് ട്രേഡ് ഉണ്ട്. ഇവിടെ കണ്ടു, ഇവിടെ ബിഗിനേഴ്സിന് ഇവിടെ ട്രേഡ് ഉണ്ട് കണ്ടോ, 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലിയറായിട്ട് നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടി. അതിനുശേഷം ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം പിന്നെ തിരിച്ച് താണ്ടി ഇവിടെ ഉണ്ടായിരുന്നു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ട്രേഡ് ചെയ്യുന്നവർ 10 ട്രേഡ് ചെയ്യുമ്പോൾ 7 ട്രേഡ് അവർക്ക് വിൻ ചെയ്യാൻ പറ്റും. 7 ട്രേഡ്, 3 ട്രേഡ് ചിലപ്പോൾ SL അടിച്ച് പോകുമായിരിക്കും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ, അങ്ങനെയുള്ള സിനാരിയോയിൽ എന്താണ് സംഭവിക്കുന്നത്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പം ഇന്നിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇതിനിടയ്ക്കാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കി താഴെ മേ ബി HDFC ഒക്കെ നെഗറ്റീവിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 56,500 പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. HDFCയും ICICI ഒക്കെ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു മര്യാദയില്ലാത്ത വീഴ്ചയും പോക്കുമാണ്. ഇത് അവർ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് തന്നെ ഇങ്ങ് പോരുമായിരുന്നു. ഒരു മര്യാദയില്ല, നേരെ ഇങ്ങ് പോകുന്നത് നമ്മുടെ ലൈനിൽ വന്ന് 13 സപ്പോർട്ട് എടുത്ത് കറക്റ്റായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആടിക്കളിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് മിഡ് ക്യാപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലെവലുകൾ നോക്കി ട്രേഡ് എടുക്കുന്നവർക്ക് ബെനിഫിറ്റ് കിട്ടി കാണും. പക്ഷേങ്കിൽ 140 ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ലോട്ട് സൈസ് വളരെ കൂടുതലാണ്. നഷ്ടസാധ്യതയും ലാഭസാധ്യതയും
വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൂടുതൽ എന്നെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കാത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം പലരും ചോദിക്കുന്നു, സാറേ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി ധാരാളം ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കയറുക. ഓക്കെ, അല്ല എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോരുത്തർ ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരം പോകും. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനകത്തിൽ, യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പിന്നെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് അതിൽ കയറാൻ പറ്റുമെങ്കിൽ ഞാൻ പിൻ കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.